ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എ ബ്യൂട്ടി സെറിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ശിവായുവിൻ്റെ ബ്രദർ പറഞ്ഞു വിട്ട ആൾക്കാർ ഇപ്പോൾ ശിവായുവിനെ ബോധം കെടുത്തിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ശിവായുവിനെ ആ ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് അതേ കാർ പാർക്കിങ്ങിൽ തന്നെ കാറിലിരുന്ന് ഹുവായോങ്ങും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹുവായോങ് കാർ ഡ്രൈവറിൻ്റെ അടുത്ത് ആ ഒരു വണ്ടി വിടരുത്, അതിനെ ഫോളോ ചെയ്ത് പോകാനായി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലത്ത് ശിവായുവിനെ കൊണ്ടുവന്ന് ഒരു കസേരയിൽ കെട്ടി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അവരെന്തേലും ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്, അവൻ ആദ്യമേ അങ്ങ് ഡയറക്റ്റ് കൊല്ലണോ അതോ അവൻ്റെ ഫെറോമോൺ ഗ്ലാൻഡ് ആദ്യം മുറിച്ച് കളയണമെന്ന്. അപ്പോൾ അതിലൊരുത്തം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഫെറോമോൺ ഗ്ലാൻഡ് ആദ്യം മുറിച്ച് കളയാം, എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോയും എടുക്കാം, അപ്പം നമുക്ക് ക്യാഷ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് രണ്ടുപേരും നേരെ അവൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ശിവായിന് ബോധം വരുന്നത്. അവരപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഒരു ദിവസം മൊത്തം മയങ്ങിക്കെടുക്കാനുള്ള സംഭവമാണല്ലോ നമ്മളവന് കൊടുത്തത്, എന്നിട്ടും അവൻ ഇത്ര പെട്ടെന്ന് കണ്ണുറന്നോ. മേ ബി ഒരു എസ് ക്ലാസ് ആൽഫ ആയതിൻ്റെ പവർ അതായിരിക്കും. എന്തായാലും ഒരു സാധാരണ ആൽഫയായ നമ്മുടെ കൈയുണ്ട് അവൻ മരിക്കുന്നത് ഇപ്പം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്റ് പോലത്തെ സംഭവം എടുത്തിട്ട് ശിവായിൻ്റെ തലക്കിട്ട് അടിക്കുന്നുണ്ട്. ശിവായു അപ്പോൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളും തമ്മിൽ ശത്രുതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് തീർക്കാം. ഇനിയിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അതിനൊന്ന് അഴിച്ചു വിടും, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവരപ്പോൾ മിണ്ടാതിരിയെന്നും പറഞ്ഞിട്ട് ഇവനെ വീണ്ടും അടിക്കാനായി പോവാണ്. ശിവായു ഉടനെ തന്നെ അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പവറിൽ രണ്ടുപേരും ഒന്ന് വീണ് പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് ശിവായു അവൻ്റെ കയ്യിലെ കെട്ടെല്ലാം തന്നെ അഴിച്ചു കളഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവർ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും ശിവായു വീണ്ടും അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഉടനെ ആ കൂട്ടത്തിൽ ഒരാൾ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു മാസ്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സിറിഞ്ച് ശിവായിൻ്റെ ദേഹത്തേക്ക് കുത്തുന്നുണ്ട്. അത് ആക്ച്വലി സൈനൈഡ് കൂടെ മിക്സ് ചെയ്ത ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഒരു എക്സ് ക്ലാസ് ആൽഫയാണെങ്കിലും നീ ഉടനെ തന്നെ മരിക്കുമെന്ന് ഇങ്ങനെ ശിവായുവിനോട് പറയുന്നുണ്ട്. ആ ടൈമിലാണ് പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോകുന്നത്. കറണ്ട് വരുമ്പോൾ നോക്കുമ്പോൾ ശിവായുവിനെ കാണാനില്ല. ശിവായു അങ്ങനെ എവിടെയാണ് പോയത് എന്ന് അവരിങ്ങനെ ചുറ്റി നോക്കുമ്പോഴാണ് ഹുവായോങ് ശിവായുവിനെയും കൊണ്ട് ഒരു സൈഡിൽ ചെന്നിരിക്കുന്നത് ഇവരിങ്ങനെ കാണുന്നത്. ശിവായുവിൻ്റെ ബോധം ആ നേരം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഹുവായോങ് നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് മര്യാദയ്ക്ക് ശിവായിൻ്റെ അടുത്ത് സോറി പറഞ്ഞു, അവൻ്റെ ജീവൻ നിങ്ങൾക്ക് എടുക്കാനുള്ളതല്ല, ശിവായി എൻ്റേതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഹുവായോങ്ങിൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് ഹുവായോങ് അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫെറോമോൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട് 3 വരെ എണ്ണം, അതിനുള്ളിൽ തന്നെ പോയി ശിവായിനോട് സോറി പറയാൻ. എന്നാൽ അവരാരും അനങ്ങുന്ന പോലുമില്ല. ആ സമയം ആ കൂട്ടത്തിൽ ശിവായിൻ്റെ ദേഹത്തേക്ക് ആ ഒരു സൈനൈഡ് കുത്തിവെച്ച അതേ പയ്യൻ മറ്റൊരു സിറിഞ്ച് ഉണ്ടായിരുന്നത് ഹുവായോങ്ങിൻ്റെ ദേഹത്തേക്ക് കുത്തിവയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ആ ഒരു സംഭവം ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് അവൻ്റെ ദേഹത്തിനെ കുത്താനേ പോകുന്നുണ്ട്. എന്നാൽ ഉന്നം പിഴച്ചു പോകുന്നുണ്ട്. ആ പയ്യനപ്പോൾ ചിരിച്ചിട്ട് ആകെ എന്നിൽ 2 ഉണ്ടായിരുന്നുള്ളൂ, ആ 2 ഇപ്പോൾ പോയി, ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഹുവായോങ് തിരിച്ച് പറയുന്നുണ്ട്, ആക്ച്വലി കൊല്ലുന്നത് ഭയങ്കര പാപമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ശിവായുവിനെ ഞാൻ കള്ളം പറയുന്നത് പോലും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒരാളെ കൊന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശിവായുവിന് തീരെ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത്, നീയാണെങ്കിൽ അതിൻ്റെ ഭാഗ്യമായിട്ട് കൂട്ടിക്കോളാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഹുവായോങ് നേരെ ശിവായിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശിവായുവിനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചതിന് ശേഷം മാത്രം നമുക്കിടയിലെല്ലാം നടന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പം നിൻ്റെ ദേഹത്തേക്ക് ആ ഒരു വിഷം കയറിയിട്ടുണ്ട്, അതിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെങ്കിൽ ഞാനിപ്പോൾ പെർമനൻ്റ് ആയിട്ട് നിന്നെ എൻ്റേതാക്കിയേ പറ്റുള്ളൂ എന്ന്. മേ ബി ഇവരിങ്ങനെ എനിഗ്മ ഒമേഗ ആൽഫ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനൊരു സംഭവം ഉള്ളത്. ഇപ്പോൾ ശിവായിനെ രക്ഷിക്കണമെങ്കിൽ ഹുവായോങ് അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണം. ഹുവായോങ്ങിൻ്റേതാണെന്ന് കാണിക്കുന്ന രീതിയിൽ അവനെ പെർമനൻ്റ്ലി മാർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ശിവായിൻ്റെ ദേഹത്ത് നിന്ന് ആ ഒരു വിഷമം പോകത്തുള്ളൂ, അവനെ രക്ഷിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹുവായോങ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും അതും പറഞ്ഞിട്ട് അവൻ ശിവായിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ ശിവായിനെ കൊണ്ട് വീട്ടിലേക്ക് വരാണ്. അവിടെ വെച്ച് അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ തുടങ്ങുമ്പോൾ ശിവായിനും ചെറുതായിട്ട് ബോധം വരുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, എനിക്ക് കള്ളം പറയുന്നവരെയും പറ്റിക്കുന്നവരെയും ഇഷ്ടമല്ല, പക്ഷേ എന്തോ എനിക്ക് ഹുവായോങ്ങിനെ ഒത്തിരി ഇഷ്ടമാണെന്ന്. അതും പറഞ്ഞ് ശിവായും തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗാവോയിനെയാണ്. ഗാവോ ഇപ്പോൾ തിരിച്ച് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ വന്നിട്ട് ഗാവോയിനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ തിരിച്ചു വന്നു, നീ ഇവിടെ ഇല്ലാതിരുന്ന ഇത്രയും ദിവസവും ഷെന്നാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഓരോ മീറ്റിങ്ങിനും അപ്പോൾ പേടിച്ചാണ് ഇരുന്നത്. എന്തായാലും നീ ഇപ്പോൾ തിരിച്ചു വന്നില്ലേ, ഇനി ഷെന്നിൻ്റെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കൊള്ളുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ഗാവോ ആണെങ്കിൽ അതെ എനിക്കാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു, ചേച്ചിക്ക് പിന്നെ ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ സർജറിയൊക്കെ നന്നായിട്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് തന്നെ പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഗാവോയ്ക്ക് ആണെങ്കിൽ എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ട്. അയാളത് കണ്ടിട്ട് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമാണോ നിനക്ക് വയ്യെന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വാഷ്റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവൻ ഒമിറ്റ് ചെയ്യാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒമേഗയായിട്ടുള്ള ഒരാൾ, അയാൾ ഇതുപോലെ രാവിലെ ഭയങ്കര ഒമിറ്റിംഗ് ആയിരുന്നു, പക്ഷേ ആൾ പ്രഗ്നൻ്റ് ആണ്, നിനക്ക് പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ നീയാണെങ്കിൽ ഫുഡ് കഴിച്ചതിൻ്റെ പ്രശ്നമായിരിക്കും, വേണമെങ്കിൽ ഒന്ന് ഡോക്ടറിനെ പോയി കാണാനായിട്ട് പറയുന്നുണ്ട്. ഗാവോയും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഗാവോ അവന് വേണ്ടിയിട്ടുള്ള ഇൻഹിബിറ്ററും സംഭവങ്ങളൊക്കെ വാങ്ങാനായി പോകുന്നുണ്ട്.
അവിടെ വെച്ച് താൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ഗാവോയ്ക്ക് തന്നെ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അവനാണെങ്കിൽ ഒരു പ്രഗ്നൻസി കിറ്റും കൂടെ വാങ്ങുന്നുണ്ട്. വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ പിന്നെ ഗാവോ എന്താണെന്ന് അറിഞ്ഞിട്ടാതിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഗാവോ ആണെങ്കിൽ മുമ്പ് എഴുതി വെച്ച ഒരു റെസിഗ്നേഷൻ ലെറ്റർ അതവൻ്റെ ഡ്രോയറിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. തൊട്ടടുത്തിരുന്ന സ്റ്റാഫാണെങ്കിൽ ഈ ഒരു ഫയൽ ഷെന്നിൻ്റെ കയ്യിൽ കൊടുക്കാമോ എന്ന് വെച്ചിട്ട് അതും ഗാവോയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ റെസിഗ്നേഷൻ ലെറ്ററും ആ ഒരു ഫയലും കൊണ്ട് ഗാവോ ഓഫീസിലേക്ക് ചെല്ലാമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത് ഷുവായുവിനെയും ഹുവായോങ്ങിനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷുവായു ഒന്ന് ഉണർന്നിട്ട് തന്നെ 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഷുവായു ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. ഹുവായോങ്ങാണെങ്കിൽ നീ ഇപ്പോൾ ഓക്കെ ആയെന്നൊക്കെ ചോദിച്ചിട്ട് ഷുവായിനോട് സംസാരിക്കുവാണ്. ആ സമയം തന്നെ ഷുവായു ഇങ്ങനെ ഓർക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അവർ ഇൻറ്റിമേറ്റ് ആയ ഒരു കാര്യമെല്ലാം. എന്നിട്ട് ഹുവായോങ്ങിൻ്റെ അടുത്ത് എന്നെ തട്ടിക്കൊണ്ടുപോയവർ അവരാരൊക്കെയാ, അവരെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിനെ ഞാനവരെ പോലീസിന് കൊടുത്തെന്ന് പറയുമ്പോൾ സോൾഡിങ്സ് കമ്പനിയുടെ ഭാഗമായ നീയെല്ലാം തന്നെ ലോയൊക്കെ അനുസരിച്ച് പോലീസുകാരുടെ കയ്യിലൊക്കെ ഇവരെ ഏൽപ്പിക്കുമോ എന്നിങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ ഷുവായി ചോദിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മളായാൽ പോലും ലോയുടെ രീതിയിലാണ് മുന്നോട്ടെല്ലാം കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ഹുവായോങ്ങാണെങ്കിൽ ഷുവായിൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും വർക്കാവുന്നില്ല. ഷുവായി പറയുന്നുണ്ട് എനിക്കിപ്പോഴും നിന്നോട് ദേഷ്യം തന്നെയാണെന്നൊക്കെ. അതും പറഞ്ഞുകൊണ്ട് ഷുവായി ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. എഴുന്നേക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹുവായോങ് അവൻ്റെ കൈ പിടിക്കുന്നുണ്ട്. എന്നാൽ ഷുവായു അതും തട്ടിമാറ്റി കളഞ്ഞിട്ടങ്ങ് പോവാണ്. എന്നാൽ ഹുവായോങ് വിടുന്നില്ല, വീണ്ടും ചെല്ലുന്നുണ്ട്. എന്നാൽ ഷുവായും വിട്ടു കൊടുക്കുന്നില്ല. അവൻ പിന്നെ കൈ തട്ടിമാറ്റി കളഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഗാവോ നേരെ ഷെന്നിൻ്റെ റൂമിലേക്ക് വരുന്നതാണ്. ഗാവോയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായിട്ട് ഷെന്ന് എന്താ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞോളാനേ പറയുന്നുണ്ട്. ആ ടൈമിന് ഗാവോ അത് പിന്നെ ഞാനൊരു ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, എങ്ങാനും ഒരു ഒമേഗ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ചുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എൻ്റെ കൊച്ചുമായിട്ട് ഒരു ഒമേഗ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അബോർട്ട് ചെയ്യാനായിട്ട് പറയുമെന്ന് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ ഗാവോ ഒരുമാതിരിയായിട്ട് പക്ഷേ ഇങ്ങനെ അബോർഷൻ ചെയ്യാനൊക്കെ ആയിട്ട് അവർ ഫോഴ്സ് ചെയ്യുന്നത് ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ ടൈമിന് ഷെന്ന് ഇപ്പം എന്താ നീ അതൊക്കെ ചോദിച്ചത്, അന്ന് ആ ഹോട്ടലിൽ ഞാനുമായിട്ട് ഇൻറ്റിമേറ്റായ ഒമേഗ എന്നെ നീ കണ്ടുപിടിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഗാവോ ഇല്ല ഞാൻ ചുമ്മാ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. ഷെന്നപ്പോൾ സത്യം പറ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ, എങ്ങാനും നിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഒമേഗ പ്രഗ്നൻ്റ് ആയോ, പ്രഗ്നൻ്റ് ആയി നീ വിശ്വസിക്കില്ല, നിൻ്റെ കൊച്ചാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ നിങ്ങൾ ഇൻഹിബിറ്ററും യൂസ് ചെയ്യുന്നല്ലേ എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ എൻ്റെ കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു പ്രഗ്നൻസിനെ പറ്റി സംസാരിക്കാനായി വരുന്നുണ്ട്. ആ ടൈമിന് ഷെന്നാണെങ്കിൽ ഈ ഒമേഗകളുടെ പ്രഗ്നൻസിനെ പറ്റി സംസാരിക്കുന്നത് നിർത്താവോ, എനിക്ക് ഒന്നാമതെ ഒമേഗാസിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ ഒമേഗാസിനെ പക്ഷേ അങ്ങനെ കളിയാക്കി മോശം പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നെ അതങ്ങോട്ട് മൈൻഡ് ആക്കുന്നില്ല. ഗാവോ ആ ടൈമിന് അവൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അവൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഷെന്നെ ഷോക്കായിട്ട് നിനക്ക് എന്താ പറ്റി, നീ എന്താ ഇപ്പോൾ ഇവിടുന്ന് റിസൈൻ ചെയ്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് ഒമേഗാസിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് ദേഷ്യം വല്ലതാണ് നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഗാവോ എൻ്റെ പാർട്ണറായിട്ടുള്ള ഒമേഗ പ്രഗ്നൻ്റ് ആണെന്ന് കള്ളം പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നീ ഒരു ഒമേഗയ്ക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജോലി കളയാനായിട്ട് നിൽക്കുകയാണോ, നിൻ്റെ ചേച്ചിക്ക് ഹോസ്പിറ്റൽ ബില്ലിനെല്ലാം ക്യാഷ് ആവശ്യമുണ്ട്, നിനക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളല്ലേ, മറ്റൊരു ജോലി കിട്ടാൻ പാടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഷെന്ന സമയം നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ, നിനക്ക് ഞാൻ കുറച്ച് സമയം തരാം, നീ ആലോചിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, അതുവരെ ഇങ്ങോട്ടേക്ക് കയറി വരണ്ടെന്ന് പറഞ്ഞിട്ട് ആ റെസിഗ്നേഷൻ ലെറ്റർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗാവോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഗാവോ പോയി കഴിയുമ്പോൾ ഷെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഒമേഗാസിനെ ഇഷ്ടമല്ലാന്ന് ഞാനാണെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലാന്ന്. അതേസമയം ഹുവായോങ് ഹോസ്പിറ്റലിലായിരുന്ന ടൈമിന് നിനക്ക് ഗാവോന് ഇഷ്ടമല്ലേ എന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഷെന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിന് പറയുന്നുണ്ട് അവന് ഓൾറെഡി ഒരു പാർട്ണർ ഉണ്ടല്ലോ, പിന്നെ ഞാനെങ്ങനെ അവനെ സ്നേഹിക്കുന്നതെന്ന്. അടുത്ത് കാണിക്കുന്നത് ഹുവായോങ്ങിനെയും ഷുവായിനെയും തന്നെയാണ്. അവരിപ്പോൾ ഒരുമിച്ച് റൂമിൽ ഇരിക്കുന്ന ടൈമിന് ഹുവായോങ് ആണെങ്കിൽ ഞാൻ മസാജ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഷുവായു ഇപ്പോഴും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നത് ഷുവായിന് ഇഷ്ടമല്ലാത്ത ഫുഡാണ്. അത് ഷുവായി പറയുമ്പോൾ ഹുവായോങ് എനിക്കത് ഓൾറെഡി അറിയാം, പക്ഷേ എല്ലാ ഫുഡും കഴിച്ച് പഠിക്കണമല്ലോ, കുറച്ച് കഴിക്കുക, ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഷെന്നിനെ കാണിക്കുകയാണെങ്കിൽ ഗാവോ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുമോ, അവനെങ്ങനെയും പിടിച്ച് നിർത്തണമല്ലോ, എന്ത് പറഞ്ഞ് നിർത്തും എന്നൊരു ചിന്തയിലാക്കി ഇരിക്കുന്നുണ്ട്. ഗൂഗിളിൽ നോക്കുന്നുണ്ട് സ്റ്റാഫുകൾ സാധാരണ റിസിഗ്നേഷൻ ലെറ്റർ തരുന്നതിന് റീസൺ എന്താണെന്നൊക്കെ. എന്നിട്ട് അവൻ ആലോചിക്കുന്നുണ്ട് എങ്ങനെ ഒന്ന് ഗാവോയോട് സംസാരിക്കുമെന്ന്. അങ്ങനെ അതും ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗാവോ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരാളടുത്ത് സംസാരിക്കുന്നത് ഷെന്നി കേൾക്കുന്നുണ്ട്. ഗാവോ റിസൈൻ ചെയ്യാൻ പോകുന്ന കാര്യം അയാളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളും അതിനെക്കുറിച്ച് തന്നെയാണ് ഗാവോയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഗാവോയോട് ചോദിക്കുന്നുണ്ട് നിനക്കാണെങ്കിൽ ഇവിടെ തന്നെ നിന്നാൽ പോരെ, മറ്റൊരു ജോലി കിട്ടാൻ പാടായിരിക്കും, പിന്നെ നല്ലൊരു കമ്പനിയല്ലേ, നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്നൊരു കമ്പനിയല്ലേ, നിനക്ക് ഇവിടെ നല്ല ജോലി ഉണ്ടല്ലോ, പിന്നെ ഷെന്നിയുമായിട്ട് നീയാണ് കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ളത്. ഹുവായോങ് ഇവിടെ സെക്രട്ടറി ആയിട്ടിരുന്നെങ്കിലും അവനുമായിട്ട് കൂടുതൽ ഷെന്നുമായിട്ട് അറ്റാച്ചായ നീയാണ്, നീ നല്ലൊരു ബെസ്റ്റ് എംപ്ലോയി ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഞാൻ ഇത് ശരിക്കും തീരുമാനിച്ചതാണ്, എന്തൊക്കെ വന്നാലും എൻ്റെ മനസ്സ് മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അവനൊന്ന് ആലോചിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം, പക്ഷെ അതിന് പകരമായിട്ട് ഈ കമ്പനിയുടെ 15% ഷെയർ ഷെന്നാണെങ്കിൽ എനിക്ക് എഴുതി തരണമെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ഷെന്നാണെങ്കിൽ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. എന്നെ നടന്നു പോയി കഴിയുമ്പോഴാണ് ഗാവ് ബാക്കി പറയുന്നത് അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന്. എന്നാൽ അത് ഷെന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതേ സമയം ഷെന്ന് റൂമിലേക്ക് ചെന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇനി അവൻ്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ലെന്നോ, എങ്കിൽ പിന്നെ നീ റിസൈൻ ചെയ്യേ, എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഇനി ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കാനോ പറയാനോ വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ഓഫീസിലെ സ്റ്റാഫെല്ലാം തന്നെ ഇതുപോലെ ഷെന്ന് ഗാവയുടെ റെസിഗ്നേഷൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു, ഗാവന് പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഷെന്നാണെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് ചാങ് അവനെ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്തിട്ട് ഹുവായോങ് ഇപ്പം നല്ല മൂഡിലാണ്, മിക്കവാറും ഹുവായോങ്ങും ഷുവായും ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു വെഡ്ഡിങ് പ്ലാനറിനെയൊക്കെ വിളിക്കുന്നതൊക്കെ ഇങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് അവൻ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൻ്റെ ഒരു സൈക്കോയോ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ ഹുവായോങ്ങിനെ സകലമായ കുറ്റങ്ങളും പറയുന്നുണ്ട്. അടുത്ത് ഷുവായുവിനെയും ഹുവായോങ്ങിനെയും കാണിക്കുവാണെങ്കിൽ ഇപ്പോൾ ഷുവായുവിൻ്റെ അസിസ്റ്റൻറ്റ് ഷുവായു ഓഫീസിലേക്ക് പോകാത്തതുകൊണ്ട് തന്നെ ഒത്തിരി മീറ്റിങ്ങുകളുടെ കാര്യങ്ങളെല്ലാം മെസ്സേജ് ഇട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ അവൻ ഇപ്പോഴാണ് റിപ്ലൈ കൊടുക്കുന്നത്. താൻ ഇന്ന് ഓഫീസിലേക്ക് വരുമെന്നും ഒരു വണ്ടി അയക്കാനും ഇങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന ടൈമിന് ഹുവായോങ് ഞാൻ നിങ്ങളിപ്പോൾ പെർമനൻ്റ്ലി മാർക്ക് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനേ തുടങ്ങുകയാണ്. എന്നാൽ ഷുവായു ആണെങ്കിൽ പറയുന്നുണ്ട് ഞാനൊരു ആൽഫയാണ്, നീ ഒരു ആൽഫയാണ്, രണ്ട് ആൽഫാസ് തമ്മിൽ ഒന്നിച്ച് പോകത്തൊന്നുമില്ല, പിന്നെ ഞാനൊരു ഒമേഗയാണെന്നുള്ള രീതിയിൽ നീ ട്രീറ്റ് ചെയ്യാനും വരരുത്, എനിക്കിതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനേ താല്പര്യമില്ല, എല്ലാം അങ്ങ് മറന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോവാണ്. ഷുവായോങ് അപ്പോൾ നീ ഓഫീസിലോട്ട് പോവാണോ, ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ നിനക്ക് എക്സ് ഹോൾഡിങ്സിൽ ഒരു പണി ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുവായോങ് അപ്പോൾ അത് പിന്നെ നിൻ്റെ പുറകെ വരാനായിട്ട് ഞാൻ 3 വർഷത്തേക്ക് അവിടെ നിന്ന് ലീവ് എടുത്തേക്കുവാണെന്ന് പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എക്സ് ഹോൾഡിങ്സ് പൊളിയുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അത് കുഴപ്പമില്ലെങ്കിൽ നിൻ്റോട് വന്നപ്പോൾ താമസിച്ചോളാം, നീ എന്നെ പൊന്നുപോലെ നോക്കിയാൽ മതി എന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഷുവായിൻ്റെ അസിസ്റ്റൻറ്റ് കോൾ ചെയ്തിട്ട് കാറ് റെഡിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഷുവായു അങ്ങനെ ഒരുങ്ങാനായിട്ട് പോകുന്നതും ഹുവായോങ് ഞാനും റെഡി ആയിട്ട് വരാം, ഞാൻ നിന്നോട് എന്തായാലും വരുമെന്ന് പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ വിചാരിക്കുന്നുണ്ട് എത്ര ഒഴിവാക്കിയിടാൻ നോക്കിയാലും ഇവൻ ഒഴിവായി പോകത്തില്ലേന്ന്. അതിനുശേഷം ഒരു കമ്പനിയിലേക്ക് എത്തുന്നുണ്ട്. അസിസ്റ്റൻറ്റ് വന്നിട്ട് ഷുവായിൻ്റെ അടുത്ത് ഓക്കെ ആണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അരമണിക്കൂറിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോഴത്തേക്കും ഹുവായോങ് ആണെങ്കിൽ ഷുവായിൻ്റെ അച്ഛൻ്റെ മരുന്നിൻ്റെ കാര്യം സംസാരിച്ച് തുടങ്ങുകയാണ്. അതായത് ഇവരാ മരുന്ന് കണ്ടുപിടിച്ചെങ്കിലും ആകെ 1 മാസത്തേക്കുള്ള മരുന്നായിരുന്നു നേരത്തെ കൊണ്ട് കൊടുത്തത്, ഇപ്പോൾ അടുത്ത മാസത്തേക്കുള്ള മരുന്ന് കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് വന്നത്. എന്നാൽ അതാണെങ്കിൽ പറഞ്ഞു തുടങ്ങുന്നതും ഷുവായു എന്തേ നീ മരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുവാണോ എന്ന് തിരിച്ച് ചോദിക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.